എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും SFI നേതാവും കൂടിയായിരുന്ന അഭിമന്യു ഈ കോളേജ് അങ്കണത്തിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരും PFI പ്രവർത്തകരുമായിരുന്നു പ്രതികൾ. സെഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ ഫയലുകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. വിചാരണ തുടങ്ങാൻ വളരെ കുറച്ച് കാലം മാത്രം നിൽക്കുന്ന സമയത്ത് അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ വളരെ ഞെട്ടലോടെ തന്നെയാണ് കാണുന്നത്. സഖാവ് അഭിമന്യു മഹാരാജാസ് കോളേജിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ളവരാണ് കുത്തി കൊന്നത് എന്നുള്ളത് പരസ്യമായിട്ടുള്ള സത്യമാണ്. കേരളം മൊത്തം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കൊലപാതകത്തെ ഈ രീതിയിലെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതിനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഈ നഷ്ടപ്പെട്ടിട്ടുള്ള രേഖകളെ സംബന്ധിച്ചുള്ള അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് SFI പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് മഹാരാജാസിലെ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളും നടത്തുന്നത്. വിചാരണ നടക്കാനിരിക്കെ രേഖകൾ നഷ്ടപ്പെട്ടത് ദുരൂഹമെന്നാണ് കുടുംബം പറയുന്നത്. നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം. അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ് വ്യക്തമാക്കി. പക്ഷേ CPM PFI ബന്ധമെന്നായിരുന്നു K. സുരേന്ദ്രന്റെ ആക്ഷേപം. ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ DGPയോ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു യുവ നേതാവിനെ, അതും മതഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ തെളിവ് രേഖകൾ എങ്ങനെ അപ്രത്യക്ഷമായി? മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമായും ജനങ്ങളോട് പറയണം. പോലീസ് സമർപ്പിച്ച രേഖകൾ കോടതി മുറിയിൽ നിന്നുമാണ് കാണാതായിരിക്കുന്നത്. അത് പ്രോസിക്യൂഷനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? ഇത്രത്തോളം പ്രാധാന്യമുള്ള ഉള്ളക്കം സൃഷ്ടിച്ച ഒരു കേസിന്റെ രേഖകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കുറെ കൂടെ ഒന്ന് സേഫ് കസ്റ്റഡി വെക്കണം, കുറെ കൂടെ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഡീൽ ചെയ്യണമായിരുന്നു. അതിനകത്ത് വീഴ്ച കോടതി ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ഈ മാസം 18-ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്.